السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഒരു പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും തലമുടി അല്ലെങ്കിൽ രോമങ്ങൾ നരയ്ക്കും എന്നതൊരു സ്വാഭാവികതയാണ്. യഥാർത്ഥത്തിൽ രോമങ്ങൾ നരയ്ക്ക എന്നത് അള്ളാഹു തരുന്ന ഒരു ആദരവായാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. രോമങ്ങൾ നരയ്ക്കേണ്ടത് ഏത് വഴിക്കാണ് എന്നതും കൂടി നാം ആലോചിക്കണം. ആദ്യമായി തലമുടി അല്ലെങ്കിൽ രോമം നരച്ചത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, തലമുടി നരച്ചത് കണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത്ഭുതത്തോടു കൂടെ അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട്, പടച്ചോനെ, എന്താണ് ഞാൻ ഈ കാണുന്നത്? ഈ നരച്ചിട്ടുണ്ടല്ലോ, വെളുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അള്ളാഹു പറഞ്ഞു, അതൊരു ആദരവാണ് എന്ന്. അള്ളാഹു ആദരിച്ചതാണ് തലമുടി നരച്ചത്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അപ്പൊ തന്നെ ദുആ ചെയ്തു, അല്ലാഹുമ്മ സിദ്നി വഖാറ, നിന്റെ ആ ആദരവ് എനിക്ക് കൂടുതൽ തരണേ എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അതായത് നര കൂടുതൽ വേണം എന്ന് ദുആരുന്നു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന മിൻ ഇസ്ലാലില്ലാഹി തആല ഇക്റാമ ദിശ്ശൈബി ഫിൽ ഇസ്ലാം ഔ കമാ ഖാല. തലമുടി നരച്ച ആള് ഇസ്ലാമിക ജീവിതം നയിക്കുന്നുവെങ്കിൽ ആ കാരണവരെ ബഹുമാനിക്കൽ, അള്ളാനെ ബഹുമാനിക്കൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ബറക്കത്തു മഅ അകാബിരിക്കും, അങ്ങനെ തലമുടി നരച്ച ആ പ്രായമുള്ള ആളുകളുടെ കൂടെ ബർക്കത്തുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തലമുടി നരച്ച ഒരു കാരണം ഒരു വീടിന്റെ മുൻവശത്തിരുന്ന് ദിക്ർ ചൊല്ലുന്ന നമ്മുടെ വല്ലുപ്പാനും വല്ലുമ്മാനും ഒക്കെ ഓർമ്മ വരുന്നുവെങ്കിൽ അവരുള്ള കാലം ഒരു ബർക്കത്തായിരുന്നു എന്ന് പറഞ്ഞാൽ സത്യമാണെന്നേ നമ്മുടെ മനസ്സ് പറയും. തലമുടി നരച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആവണം. അല്ലാതെ നരയ്ക്കോ? അല്ലാതെ നരപ്പിക്കലുണ്ട്. മുടിക്ക് കളറ് കൊടുക്കുന്നവരുണ്ട്. ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നേരെ തല തിരിച്ച ചെയ്യാം. ചെറുപ്പക്കാര് തലമുടി നിറം പിടിപ്പിച്ച് വെളുപ്പിച്ച് നടക്കുന്ന ചില ചുറ്റുപാടുകൾ കാണാറുണ്ട്. എന്നാൽ പ്രായമായി വരുന്നു എന്നതിന്റെ സൂചനയിൽ വെളുത്ത രോമങ്ങൾ കറുപ്പിക്കുന്ന പ്രായമുള്ളവരെയും കാണാറുണ്ട്. അള്ളാഹുവിന്റെ ഒരു ആദരവ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതിനെ വേണ്ടാന്ന് വെക്കാണ്. സ്വർഗത്തിൽ പോവില്ല എന്നല്ല പറഞ്ഞത്, അങ്ങനെയല്ല പറഞ്ഞത്. തലമുടി കറപ്പിക്കുന്ന ആള് സ്വർഗത്തിൽ പോവില്ല എന്നല്ല പറഞ്ഞത്. സ്വർഗത്തിന്റെ വാസന പോലും അവന് കിട്ടില്ലെന്ന് പുണ്യ നബി. എന്റെ നേരെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് കാര്യമില്ല, അങ്ങനെയാണ് ഹദീസിലുള്ളത്. സ്വർഗത്തിന്റെ എത്രയോ മനോഹരമായ അതിന്റെ മണം നരകവാസിക്കും ഇടയ്ക്ക് കിട്ടാം. എന്നാൽ തലമുടിക്ക് കറുപ്പ് നിറം കൊടുക്കുന്നവർ, ആകെ ഒരു സന്ദർഭത്തിലാണ് ഈ കറുപ്പ് നിറം കൊടുക്കൽ അനുവാദമുള്ളൂ. ഹനഫി മദ്ഹബ് അനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ചാലും അങ്ങനെ തന്നെയാണ്. ഒരു യുദ്ധ സൈന്യത്തിന്റെ മുന്നില് പോരാളികളായി മുസ്ലിം പക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ളവർ മുന്നിൽ നിന്നപ്പോ അവർ മുഴുവനും തലമുടി നരച്ചവരാണെന്ന് ശത്രു സൈന്യം കണ്ടാൽ അവിടെ യുദ്ധക്കളത്തിൽ ഇസ്ലാമിക പക്ഷത്തിന് എന്തെങ്കിലും
കൂടുതൽ ക്ഷീണമുണ്ടാകുമെന്ന് തോന്നിയാൽ ആ മുൻനിരയിൽ നിൽക്കുന്ന തലമുടി നരച്ച ആളുകളെയൊക്കെ കറുത്ത് തടിപ്പിക്കാം എന്നതാണ് ഫിഖ് പറയുന്നത്. അത്രേ ഉള്ളൂ. ഇന്നിപ്പോ ആരാ യുദ്ധത്തിന് പോണത്? ഇന്നെവിടെ അങ്ങനത്തെ സാഹചര്യം ഉള്ളത്? അല്ലാത്തോടത്ത് ചുവപ്പ് കളർ കൊടുക്കാവുന്നതാണ്. കളർ ഏത് കൊടുത്താലും, അത് മൈലാഞ്ചി തന്നെ വേണമെന്നില്ല, കളറ് കൊടുക്ക എന്ന് പറഞ്ഞത്. പക്ഷെ ഉണ്ടല്ലോ, വെള്ളം ചേരുന്നതായിരിക്കണം. വെള്ളം ചേരാത്ത സാധനം തലമുടിയിൽ പിടിപ്പിച്ചാൽ നമ്മളെങ്ങാനും ജനാബത്ത് കുളിക്കുന്ന കുളികളൊന്നും സ്വഹീഹാവില്ല എന്ന് മാത്രമല്ല, നമ്മളും മരിച്ചാൽ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ആ വെള്ളം ചേരാത്ത സാധനം കൊണ്ടാണ് നിറം പിടിപ്പിച്ചതെങ്കിൽ ആ ഭാഗത്ത് വെള്ളം ചേരാത്തതിന്റെ പേരിൽ നമുക്ക് ഒരൊറ്റ ആളുടെ മയ്യത്ത് നിസ്കാരവും കിട്ടൂല. എന്തൊരവസ്ഥയാണെന്ന് നോക്കാം. മയ്യത്തിന്റെ മേലിൽ മയ്യത്തിന് വേണ്ടി ഒരാൾ മയ്യത്ത് നിസ്കാരം നടത്തിയാൽ ആ മയ്യത്ത് നിസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, ആ മയ്യത്ത് നിസ്കാരം സ്വഹീഹാവണമെങ്കിൽ മയ്യത്തിന്റെ ശുദ്ധി മുൻകടക്കണം. ഇവിടെ ശുദ്ധി പൂർണ്ണമല്ല, കാരണം വെള്ളം ചേർന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, തലമുടി നരക്ക എന്നത് ഹബീബായ നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 63 വയസ്സ് വരെയുള്ള ജീവിതത്തിന്റെ ഉള്ളിൽ ആകെ നരച്ച രോമങ്ങളുടെ എണ്ണം 20-ൽ താഴെയാണ്. എന്തേ ടെൻഷൻ ഉണ്ടായില്ലേ? ഉണ്ടായി. ആ ടെൻഷൻ മനസ്സിലിട്ടില്ല, അത് കൊടുത്തു. ആരെ ഏൽപ്പിച്ചു? അള്ളാഹുവിനെ ഏൽപ്പിച്ചു. ആരോഗ്യപരമായ ജീവിതമായിരുന്നു. അവിടുത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യം മിതഭോജനമായിരുന്നു. അവിടുത്തെ കൂടെ അനുകരിച്ച് ജീവിച്ചവർക്കും രോഗങ്ങൾ ഉണ്ടായിട്ടില്ല. മദീന എന്ന പേര് ചരിത്രം വിളിക്കുന്നതിന് മുമ്പ് അതിനു മുമ്പ് വിളിച്ച മദീനയുടെ പേര് ചരിത്രം വിളിച്ചത് യസ്രിബ് എന്നാണ്. യസ്രിബ് എന്ന് പറഞ്ഞാൽ മലമ്പനിയുടെ നാട് എന്നാണ് അർത്ഥം. ഒരു നാടിന്റെ പേരാ മലമ്പനി നാട്. ആ പേരിൽ നിന്നും മദീന വലിയ ഒരു മാറ്റത്തിലേക്ക്, പട്ടണം എന്നാണ് പിന്നെ ആ നാടിന്റെ പേര് മാറിയത്. ചില ആളുകൾക്ക് പേരിടാറുണ്ട് സുന്ദരൻ എന്ന്, അല്ലേ? മലയാളത്തിലെ ഹൈന്ദവ സഹോദരങ്ങള് അങ്ങനെ ഇടാറുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അങ്ങനെ. ഹുസൈൻ, കൊച്ചു സുന്ദരൻ എന്നാണ് അതിനർത്ഥം. ജമീൽ, അജ്മൽ, ഏറ്റവും ഗ്ലാമറുള്ള ആള്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും വല്ല ജമീല ഇരിപ്പുണ്ടെങ്കിൽ പേടിക്കേണ്ട, സുന്ദരി എന്നാണ് അർത്ഥം. ഒരു മനുഷ്യനെ സൗന്ദര്യമില്ലെങ്കിലും ആ പേരൊരു സൗന്ദര്യത്തിൽ എത്തിക്കുന്നുണ്ട്. സൗന്ദര്യം ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഒരു മനുഷ്യനെ അങ്ങനെ വിളിക്കുന്നത് സ്വാഭാവികമായിട്ടും സൗന്ദര്യത്തിലേക്ക് തോന്നിക്കാം. ഒരു കുഗ്രാമമായിരുന്നു, രോഗങ്ങളും പകർച്ചവ്യാധികളും നിറഞ്ഞ ആ ഗ്രാമത്തെ മദീന എന്ന് വിളിച്ചതോടുകൂടി അതിന്റെ പ്രൗഢി കൂടി. അല്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മക്കയിൽ ഒരാൾ താമസിക്കുന്നതും മദീനയിൽ താമസിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മക്കയിൽ ഇങ്ങനെ മലഞ്ചെരിവുകളുടെ താഴ്വാരത്തിലെ ഒരു ഇടുങ്ങിയ സ്ഥലമാണ് മക്ക. ഉമ്മുൽ ഖുറയാണ്, കുഗ്രാമം, ഗ്രാമങ്ങളുടെ ഉമ്മ, കുഗ്രാമം. മദീന അങ്ങനെയല്ല, മദീന പട്ടണമാണ്, വിശാലതയാണ്. മദീനയിലെ ബിൽഡിങ്ങുകളൊക്കെ ഒരേ വലിപ്പം, ഒരേ റോഡൊക്കെ എന്ത് രസാണ്. മക്ക അങ്ങനെയല്ല. മദീന ആ പേരിലേക്കും ആ കാണുന്ന പരിഷ്കാരങ്ങളിലേക്കും മാറും. മദീനയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾ, ആരോഗ്യപരമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നരയെ നേരിടാനുള്ളത് കരുതിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും പറയാറുള്ളതല്ലേ നമ്മള്, മുഖൗഖിസ് രാജാവ് ഈജിപ്തിൽ നിന്ന് കുറെ സമ്മാനം കൊടുത്തു വിട്ടു. കൂട്ടത്തിൽ ഒരു സമ്മാനമായിരുന്നു റസൂലുള്ളാഹിക്ക് ഒരു ഡോക്ടർ കുറെ ദിവസമായി അവിടെ വന്നിരിക്കുന്നു, ഒരു ജോലിയില്ല അവിടെ. പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഇവിടെ എനിക്ക് ജോലികളൊന്നുമില്ലല്ലോ, കുറെ നാളായി. പോകാൻ നേരം ഡോക്ടർ ചോദിച്ചു, ഇവിടെ എന്താ രോഗങ്ങളില്ലാത്തത്? എനിക്ക് ജോലി രോഗം ഉണ്ടാവുമ്പോഴാണ്. അപ്പോൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ വിശക്കാതെ ഞങ്ങൾ ആരും ഭക്ഷണം കഴിക്കാറില്ല. അഥവാ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയലുമില്ല. അതാണ് ഇവിടുത്തെ ആരോഗ്യമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കായികമായും മാനസികമായും ഒരു നര വരാനുള്ള സാധ്യതകളെ റസൂലുള്ളാഹി പ്രതിരോധിച്ചു. ഖൽബ് അല്ലാഹുവിലായിരുന്നു.
ഉറക്കം കൃത്യമായിരുന്നു, ഉണർവ് കൃത്യമായിരുന്നു. അല്ലേ, അലാറം വെച്ച് കഴിഞ്ഞാൽ ക്ഷീണം കൊണ്ട് പിന്നെയും കിടക്കും. എനിക്കൊക്കെ പറ്റുന്ന സ്വഭാവം അത്. പിന്നെ ഒന്ന് തിരിഞ്ഞു മറിഞ്ഞും കിടക്കും, പ്രത്യേകിച്ച് പകലാണെങ്കിൽ. നമ്മുടെ ഉണർവിലേക്ക് മനസ്സിന്റെ ഒരു ഉണർവുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആ ഉണർവും ഉറക്കവും എല്ലാം കൃത്യമായി കൊണ്ടുപോകാൻ കായികമായും മാനസികമായും റസൂലുള്ളാഹിക്ക് കഴിഞ്ഞ ഒരു തത്വസംഹിതയാണ് അവിടുത്തെ സുന്നത്തുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ജീവിതം, അല്ലെങ്കിൽ ശറഅ്. എന്നാൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴാണ് തലമുടി നരച്ചതെന്നറിയോ? ആലോചിച്ച് നോക്കണം. ഒരായത്തിറങ്ങിയതിന്റെ പേരില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തലമുടി നരച്ചത് പോലും ഒരു ആയത്തിന്റെ പ്രഖ്യാപനമാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഹൂദിന്റെ 112-ാമത്തെ ആയത്ത്. അപ്പൊ ആ ആയത്ത് എന്തായിരിക്കും പറഞ്ഞത്? അല്ലാഹുവേ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തതഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. ഇത്രയേ ഉള്ളൂ. 20-ൽ താഴെ രോമം നിറച്ചു. عن ابن عمر رضي الله عنهما قال كان شيب رسول الله صلى الله عليه وسلم نحو من 20 شعرا. ഇബ്നു മാജ സുനനിൽ ഉദ്ധരിക്കുന്നു. ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ രോമം നിറച്ചിട്ടുള്ളത് ഏകദേശം 20-ൽ താഴെ. എന്താ രോമം നിറയ്ക്കാൻ? എന്താണ് കാരണം? ഈ ആയത്തിന്റെ പ്രഖ്യാപനമാണെന്ന് മഹാന്മാർ പറയുന്നു. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തതഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. പേടിച്ചുപോയി, റബ്ബിനെ പേടിച്ചുപോയി, അള്ളാഹുവിനെ പേടിച്ചുപോയി. ആര്? അള്ളാഹുവിന്റെ ഹബീബ് പേടിച്ചു. ആ പേടി തട്ടിയതാ നിറച്ചത്. മഹാനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കും. അപ്പോൾ ഇസ്രായേലികൾ പറഞ്ഞു, ഇന്നലെ മരിച്ച ആളെ ഇന്ന് ജീവിപ്പിക്കുമ്പോ അത് മരിച്ചതല്ല എന്നാ ഞങ്ങൾ പറയും. ഇന്നലെ മരിച്ച ആളെ ഇന്ന് ജീവിപ്പിച്ചാൽ അയാൾ മരിച്ചിട്ടില്ല, നീ തട്ടിപ്പ് കാട്ടിയതാ എന്നാ ഞങ്ങൾ പറയും. അതുകൊണ്ട് മരിച്ചോരെ ജീവിപ്പിച്ച് അള്ളാനെ ബോധ്യപ്പെടുത്താനാണ് തീരുമാനിച്ചെങ്കിൽ ആരെ ജീവിപ്പിക്കണം എന്ന് ഞങ്ങൾ പറയാം, ആളെ ജീവിപ്പിക്കാൻ പറയും. അപ്പൊ നാട്ടിലേറ്റവും പ്രശസ്തമായ ഖബറിടമാണ് സാം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിടം. നൂഹ് നബിയുടെ മകൻ സാം നബിയുടെ ഖബറിന്റെ സമീപത്തേക്ക് ഈസ നബിയെ കൊണ്ടുപോയി. ഈ ഖബറിൽ കിടക്കുന്ന സാമിനെ ജീവിപ്പിക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കാം. ഈസ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അത് ഏറ്റെടുക്കുകയും തയ്യാറാവുകയും വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞ പോലെ മഹാനവറുകൾ അനുബന്ധമായ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അള്ളാഹുവോട് ദുആയിരുന്നു, ഞാൻ വിളിക്കും സാം എഴുന്നേറ്റ് വന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു, ഈസാ അലൈഹിസ്സലാം പേര് ചൊല്ലി വിളിച്ചു. ഒരു പ്രകമ്പനത്തോടെ ഖബർ പൊട്ടി. സാം എഴുന്നേറ്റ് വന്നു അലൈഹിസ്സലാം. അപ്പോഴുണ്ട് സാം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തലമുടി മുഴുവനും നരച്ചിരിക്കുകയാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ഈ നര നിന്റെ കാലഘട്ടത്തിൽ ഇല്ലല്ലോ സാമേ, അങ്ങയുടെ കാലഘട്ടത്തിൽ ഈ നര ഇല്ലല്ലോ. നര വന്നിട്ട് 2000 കൊല്ലമായിട്ടുള്ളൂ, സയ്യിദുനാ ഇബ്രാഹിം. പിന്നെന്താ അങ്ങയുടെ കാലഘട്ടത്തിൽ നരയില്ലല്ലോ? സാമിനോട് ചോദിച്ച, അങ്ങ് മരണപ്പെട്ടിട്ട് എത്ര നാളായി? സാം പറഞ്ഞു, ഞാൻ 4000 കൊല്ലം മുമ്പ് മരിച്ചാണ്. 4000 കൊല്ലം മുമ്പ് മരിച്ചാണെന്ന് സാമ പറയുന്ന ഈ ചുറ്റും കൂടിയൊക്കെ ആളുകൾ കേൾക്കാം. അപ്പൊ അങ്ങയുടെ കാലഘട്ടത്തിൽ ഈ നരയില്ലല്ലോ? ഇല്ല. പിന്നെന്താ ഈ നര? പേടിച്ചിട്ടാ.
ഒരു പേടി പോലെ ഞാൻ എന്റെ ഖബറിൽ സുഖനിദ്രയിലായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ, മണവാളൻ ഉറങ്ങുന്ന പോലെ നീ ഉറങ്ങണേ എന്ന് മലക്ക് പറയുന്ന ഖബറാവട്ടെ നമ്മുടെ ഖബർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കല്യാണത്തിന്റെ അന്ന് ടെൻഷൻ ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാ അങ്ങനെ പ്രത്യേകിച്ച് എവിടെയൊക്കെ ഓടിപ്പോവാനൊന്നുമില്ല. അന്ന് നിന്നെ ആരും ശല്യം ചെയ്യാനല്ല, നീ അന്ന് ഉറങ്ങുന്ന പോലെ ഉറങ്ങട്ടെ എന്ന് നിന്നോട് പറയുന്ന ഒരു ഖബർ ജീവിതമാവണം നിന്റെ സ്വപ്നം. അല്ലാഹു നസീബാക്കട്ടെ. അങ്ങനെ ഉറങ്ങാൻ സാമിന് കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് എന്റെ ഖബറിന്റെ ഭിത്തികൾ കുലുങ്ങുന്ന ഒരു വിളിയാളം പുറത്തു നിന്ന് വിളി വന്നത്. ഉണരുക സാമേ. അത് ഈസാ നബിയുടെ പ്രഖ്യാപനമായിരുന്നു, വിളിയായിരുന്നു. ആ കുലുക്കത്തിലും നടുക്കത്തിലും ഞാനൊന്ന് പേടിച്ചു. എന്റെ വിചാരം മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതിയതാവാം. അങ്ങനെ ഞാൻ വിചാരിച്ചു. അങ്ങനെയാ ഞാൻ വിചാരിച്ചത്. സൂറെന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഊതിയതാവാം. അപ്പൊ ഞാൻ ഒന്ന് പേടിച്ചു. അപ്പോൾ ഞാൻ പേടിച്ചതാണ് എന്റെ തലമുടി നിറച്ചതെന്ന് സയ്യിദുനാ നബിയുല്ലാഹി സാം നബി അലൈഹിസ്സലാം. അപ്പൊ പേടി വന്നാന്നരയ്ക്കാം. റസൂലുള്ള പേടിച്ചു. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? ഫസ്തഖിം കമാ ഉമിർത വമൻ തബ മഅക വലാ തതഗൗ. അല്ലാഹ് കൽപ്പിച്ച പോലെ ജീവിച്ചോണം നബിയേ. പേടിക്കൂലേ? അങ്ങയോട് എങ്ങനെ ജീവിക്കണമെന്ന് കൽപ്പനയുണ്ടോ അതുപോലെ ജീവിച്ചോണം. വമൻ തബ മഅക, അങ്ങയുടെ കൂടെ അല്ലാഹ് തൗബ സ്വീകരിച്ചവരും അതുപോലെ ജീവിച്ചോണേ. വലാ തതഗൗ, ഭൂമിയിൽ നിങ്ങളായി കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കല്ലേ. പേടിച്ചു പോകൂലോ. ഞാൻ എന്തോ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടാവാം, ഞാൻ എന്തോ ഒരു അരുതായ്മ ചെയ്തിട്ടുണ്ടാവാം. പേടിയാവുമല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി. പേടിച്ചരണ്ടു പോകുമല്ലോ. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാ. അള്ളാഹുവോട് സ്നേഹത്തിന്റെ വാശി കാണിക്കാറുണ്ട്, അള്ളാഹുവോട് സ്നേഹത്തിന്റെ പിണക്കം കാണിക്കാറുണ്ട്. പക്ഷെ അള്ളാഹനെ പേടിച്ചിരുന്നു. അവിടുന്ന് പേടിച്ച പോലെ കുന്തു അഖ്ശാ ലില്ലാഹി മിൻകും, നിങ്ങളെക്കാൾ അന അഖ്ശാ ലില്ലാഹി മിൻകും. സ്വഹാബികളോട് പറഞ്ഞല്ലോ. 3 സ്വഹാബികൾ വന്നിട്ട് സ്വഹാബി വനിതകളോട്, ഹബീബിന്റെ പത്നിമാരോട് ചോദിച്ചു, റസൂലുള്ളാഹിയുടെ ഇബാദത്ത് എങ്ങനെ? പറഞ്ഞു. അവര് ഹബീബിന്റെ ഇബാദത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അതിൽ വലിയ അത്ഭുതം തോന്നിയില്ല. ഒരു സാധാരണ, ഏകദേശം ഒരു മാക്സിമം ഒരു മുഅ്മിനിനെ കൊണ്ട് പറ്റാവുന്ന ഒരു സാധാരണ ഒരു ശൈലി. അപ്പൊ അവര് പറയാൻ തുടങ്ങി, സ്വഹീഹുൽ ബുഖാരി, ഐന നഹ്നു വറസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ഹബീബിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ, അവിടുന്ന് എത്രയോ വലിയ പദവിയിലുള്ള ആളാ. അവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് താഴെയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഇബാദത്ത് പോരാ. റസൂലുള്ളാഹിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇബാദത്ത് ചെയ്യണ്ട. നമുക്ക് അങ്ങോട്ട് തീരുമാനിക്കാം. ഒരാള് തീരുമാനിച്ചു, ഞാൻ ഇന്ന് മുതൽ ഉറങ്ങൂല, രാത്രി മുഴുവൻ എനിക്ക് ഇബാദത്താണ്, നിസ്കാരം തന്നെ. അപ്പൊ മറ്റേ ആള് പറഞ്ഞു, ഞാൻ ഇന്ന് മുതൽ ഇനി ഭക്ഷണം കഴിക്കില്ല, ഞാൻ നോമ്പ് തുറയില്ലാതെ തുടർച്ചയായി മരിക്കുന്നവരെ നോമ്പെടുക്കാൻ, പട്ടിണി എടുക്കാൻ തീരുമാനിച്ചു. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ എന്റെ കുടുംബത്തിന്റെ നേരെ ഒന്ന് ചിരിക്ക പോലുമില്ല, എന്റെ ഭാര്യയെ ഞാൻ അകറ്റി നിർത്തുമേ. അങ്ങനെ ഞാൻ ഈ ലൗകികമായ ജീവിതത്തിന്റെ സുഖാസ്വാദനങ്ങളെ വേണ്ട എന്ന് വെക്കാൻ, എനിക്ക് മക്കളും വേണ്ട, ഭാര്യയും വേണ്ട. ഒരാൾ അങ്ങനെ തീരുമാനിച്ചു. ഇത് കേട്ടുകൊണ്ടാ റസൂലുള്ളാഹി വരുന്നത്. മൂന്നാൾ ഇത് ഉറക്കെ പറഞ്ഞു. നബി തങ്ങളെ കേട്ടിട്ടു. നിങ്ങൾ പറഞ്ഞത് മൂന്നാള് പറഞ്ഞു, ഞാൻ കേട്ടു. പക്ഷേ ഞാൻ നിങ്ങളെക്കാൾ ഏറ്റവും റബ്ബിനെ ഭയക്കുന്നവനാ. അനാ അഖ്ശാ ലില്ലാഹി മിൻകും, അങ്ങനെ പറഞ്ഞു. അല്ലാഹനെ ഏറ്റവും പേടിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആരാത്രയും പേടിക്കുക? അല്ലാത്ത പേടിയായിരുന്നു. അല്ലാഹുവോട് വാശി പിടിച്ചിട്ടുണ്ടാവാം എന്റെ ഉമ്മത്തിന് വേണ്ടി.
എന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് വാശി പിടിക്കാം, എന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് വാശി പിടിക്കാം. സ്നേഹം കാണിച്ചിട്ടുണ്ട്, ഒന്ന് കാണാൻ വേണ്ടി പോയിട്ടുണ്ട്, ഒന്ന് വന്ന് കാണാൻ, ആ സന്നിധാനത്തിലെത്താൻ. ദഇനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്സിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ജിബ്രീൽ പോലും മാറി നിന്ന് കൊടുത്തു. ജിബ്രീൽ എവിടെ നിൽക്കും? ജിബ്രീൽ അലൈഹിസ്സലാം മാറി നിന്നു. ആരും ഇന്ന് വരെ പോവാത്തൊരിടത്തേക്ക് പോയി. അത് വല്ലാത്തൊരു സംഗമമാണ്. അള്ളാനെ കാണാൻ കഴിയാ എന്നത്, അള്ളാഹുവോട് ചേരാൻ. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, അമ്പും വില്ലും ഒട്ടിയിരിക്കുന്ന പോലെ അള്ളാഹുവോട് ഒട്ടിയ ആളാ മുഹമ്മദ് മുസ്തഫ. സ്നേഹാണ് അവിടെ കണ്ടത്, ഭയങ്കര സ്നേഹം കണ്ടത്, വല്ലാത്ത സ്നേഹം. ഹബീബ് എന്ന പദവി ഖലീലിനേക്കാളും വലിയ പദവി, കലീമിനേക്കാളും വലിയ പദവിയാണ് ഖലീല്, ഖലീലിനേക്കാളും വലിയ പദവിയാണ് ഹബീബ്. ഹബീബ് ഖലീലുമാണ്, ഹബീബ് കലീമുമാണ്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. മനസ്സിലായോ? ഹബീബ് ഖലീലാണ്, ഖലീലിന്റെ കൂടെ ഹബീബ് കലീമുമാണ്. എന്തൊക്കെയാണ്? എന്തൊക്കെയാണോ അത് മുഴുവനുമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് എവിടെയൊക്കെ റബ്ബാണോ അവിടെ ഒക്കെ റഹ്മത്താണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അൽ ആലമീന്റെ റബ്ബാണ്. വമാ അർസൽനാക ഇല്ലാ ബാക്കി റഹ്മത്തൽ ലിൽ ആലമീൻ. അൽ ആലമീന്റെ റഹ്മത്താണ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിനെ ഭയമുണ്ട്. തണുപ്പ് കൂടുമ്പോ കരിയില കൂട്ടിയിട്ടിട്ട് ചൂട് കായലുണ്ട്, അങ്ങനല്ലേ? അല്ലെങ്കിൽ അതിനുള്ള തത്തുല്യമായ സംവിധാനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഹബീബ് ഇന്നവരെ ചൂട് കാഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി ചെയ്യാത്തൊരു കാര്യം അത്. എന്നുവെച്ചാൽ ചെയ്യണ്ടെന്നല്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പൊ നമ്മളെ പോലെ കാറും ജീപ്പൊന്നും ഓടിച്ചിട്ടില്ലല്ലോ. ചെയ്യണ്ടെന്നല്ല, നബി ചെയ്തിട്ടില്ല. നബി അന്ന് ആ സംവിധാനം ഉണ്ട്, ചൂട് കായുന്ന സംവിധാനം അന്ന് ഉണ്ടായിട്ട് റസൂലുള്ളാഹി ഉപയോഗിച്ചാൽ അതിന്റെ കാരണം കേട്ടാ അത്ഭുതപ്പെടും. ഞാൻ പറയാം, ആ കാരണത്തിലേക്ക് വരാം. ഏതായാലും ആയത്ത് പൂർത്തീകരിക്കാം. ഇന്നഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു പറഞ്ഞ പോലെ ജീവിച്ചോണം, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കല്ലേ. ഇന്നഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു ഉള്ളും പുറവും കാണുന്നവനാണ് ട്ടോ. ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലമുടി നരച്ചതെന്ന് മഹാന്മാരായ മുഹദ്ദിസുകൾ, മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഉള്ളു പുകയാൻ, ചൂടെടുക്കാൻ, ഒന്ന് വിയർക്കാൻ ഇത് തന്നെ മതി. ഒന്ന് വിയർക്കാൻ ഇത് മതി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തണുപ്പ് കൂടിയാൽ ഒരിക്കലും തീ കൊണ്ട് ചൂട് കാഞ്ഞിട്ടില്ല. കാരണം റബ്ബിനോടുള്ള ഭയം ഉള്ളിൽ എപ്പോഴും ഒരു തീ പോലെ ചൂടായിരുന്നു. അതിനാൽ ഉള്ളിലെ ചൂട് കൊണ്ട് പുറത്തെ തണുപ്പിനെ പ്രതിരോധിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ ഉള്ളിലെ ചൂട് കൊണ്ട് പുറത്തെ തണുപ്പിനെ ഞാൻ പ്രതിരോധിച്ചു. ഒരു ചൂടുള്ളത് എന്തെങ്കിലും ഉള്ളിലേക്ക് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഒന്ന് വേർക്കും. ആ വിയർക്കല് തണുപ്പിന് പ്രതിരോധമാണ്. എന്റെ ഉള്ളിലെ ചൂട് കൊണ്ട് എന്റെ പുറത്തെ തണുപ്പിനെ ഞാൻ പ്രതിരോധിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മഹാനായ ഇസ്മാഈൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ ആ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. സ്കൂള് വിട്ട് മക്കള് വരാൻ ഒരു 5 മിനിറ്റ് വൈകി. തീയാണ് എവിടെ? ഉള്ളില് തീയ. ആ തീയിന് പറയുന്നത്
ടെൻഷനാണ്. ഈ ടെൻഷൻ കൂടിയ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? തലമുടി നരയ്ക്കും. അതാ ഇവിടെ സംഭവിച്ചത്. അള്ളാന്റെ റസൂലിന്റെ ഉള്ളിൽ തീ വന്നു. ഈ ആയത്തിറങ്ങിയ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം ടെൻഷനായി, അതിൽ നരച്ചുപോയി. ആ നരയാണ് ഇവിടെ കണ്ടത്. കാന ശൈബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹവൻ മിൻ 20 ശഅറ. 20നോടടുത്ത രോമങ്ങൾ ആ പുണ്യഭൂമേനയിൽ നിറച്ചിട്ടുണ്ട്. സമ്മതിക്കണോട്ടോ, 63 വയസ്സ് വരെ ജീവിച്ചിട്ടേ എന്തൊരു റാഹത്തുള്ള ജീവിതമായിരുന്നു. എത്ര വലിയ വിഷമമുണ്ടെങ്കിലും അവിടെ നിന്ന് ഭാര്യമാരുടെ മുന്നിൽ ചെന്നാൽ മുഖം ചുളിയിലില്ല. അങ്ങനെയുണ്ട്. ഭാര്യമാരുടെ മുന്നിൽ ദേഷ്യം വരുമ്പോ പ്രകടനങ്ങളില്ല, അവിടെ പോയിരിക്കില്ല. അങ്ങനെ ഒരു ദേഷ്യം വന്നാൽ ഐഷ ബീവിയൊക്കെ മഹ്ദിയായ സൗദ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് മറ്റും ഭക്ഷണമൊക്കെ കൊണ്ടുവരും. ഐഷ റളിയല്ലാഹു അൻഹയൊക്കെ അത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്, പാത്രം പൊട്ടിച്ചിട്ടുണ്ട്, ആഹാരം. സ്വഹീഹുൽ ബുഖാരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിട്ട് അത് മുഴുവനും അടുത്തൊരു പാത്രത്തിലേക്ക് വാരിയെടുത്തിട്ട് പൊട്ടിയതുപോലത്തെ പൂവും പടവും ചിത്രമൊക്കെ ഉള്ള അതുപോലത്തെ മറ്റൊരു പാത്രം ഇത് കൊണ്ടുവന്ന ആളുടെ കൊടുത്തിട്ട് പറഞ്ഞു, ആറത്ത് ഉമ്മുക്കും പൊയ്ക്കോ, ഉമ്മ വലിയ ദേഷ്യത്തില പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ദേഷ്യം വരാൻ സാധ്യതയുള്ള സമയത്ത് ആണുങ്ങൾക്ക് ഒരു ടിപ്പുണ്ട്, എന്ത് പതുക്കെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കോളും. തിരിച്ചു വരുമ്പോ വല്ലാതെ മിണ്ടരുത്, മൈൻഡ് ചെയ്യരുത്. അപ്പോ അവിടെ ഇങ്ങനെ തെർമോമീറ്റർ മുകളിലേക്ക് കയറി താഴത്തേക്ക് ഇറങ്ങും. എവിടെ പോയി കയറുന്നു? ഒന്നുമില്ല. പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നൊരു മൗനം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോ പ്രയാസം ഓർത്ത് അവിടുത്തെ ദേഷ്യമൊക്കെ പോയിട്ടുണ്ടാവും. എനിക്ക് ദേഷ്യം എന്നപ്പോ പറഞ്ഞാൽ അത് മനസ്സിലായി, ഇത്രയും പറയൂ. അപ്പോ നബി തങ്ങൾ എപ്പോഴും അവിടുത്തെ കുടുംബവുമായി ആ ചിരിയും കളിയോ മാക്സിമം പെരക്കാത്ത കയറ്റിയിട്ടുള്ളൂ. അച്ചിരിയും കളിയുമാണ്. അതുകൊണ്ട് പറഞ്ഞു, ഭൂമിയിൽ നിന്ന് എനിക്ക് ആസ്വദിച്ച് മതിയാവാത്ത ഒന്നാ വീടിന്റെ അകത്ത് ഭാര്യയായിട്ടുള്ള വർത്താനം പറയില്ല. ധാരാളം ഉണ്ടാവണം. ഭാര്യയും ഭർത്താവ് ഒരുപാട് സംസാരിക്കണം. അത് സംസാരിക്കുന്നത് ഹക്കായ കാര്യങ്ങളായിരിക്കണം. കണ്ടിട്ട് കുറ്റവും കുറവല്ല പറയേണ്ടത്. ഹക്കായ കാര്യങ്ങൾ ചുമ്മാ പറയണം, അവിടെ പോവാം, നമുക്ക് ഇൻഷാ അല്ലാഹ് അങ്ങനെ പോവാം, അങ്ങനെ പോവാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. നല്ലതാണ്. കൂടുതൽ സംസാരിക്കണം. രണ്ടാളുകൾ കൂടുതൽ സംസാരിക്കുമ്പോഴാണ് അടുപ്പം വരാം. അത് അള്ളാഹും അവന്റെ സൃഷ്ടി നമ്മൾ കൂടുതൽ സംസാരിച്ചു വെക്കുക. അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ ഈ റമദാൻ മാസം വന്നു, അങ്ങനെയൊക്കെ അങ്ങനെ കഴിഞ്ഞുകൂടി, അൽഹംദുലില്ലാഹ്, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോ അടുത്ത മാസം മുതൽ എന്ത് ചെയ്യും, മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ, ഫീസ് അടച്ചിട്ടില്ല, അത് ഇത് മോളെ കെട്ടിക്കണം. അള്ളാഹുവിനോടൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അള്ളാഹു ഇത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന് ഇതിങ്ങനെ പരാതി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹുവിന്. നമുക്ക് ഒരാൾ ഇല്ല 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 എന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് മുഷിപ്പ് വരും. ഒരാൾ 10 പ്രാവശ്യം അതില്ല ഇതില്ല എന്താ ചെയ്യാം, അങ്ങനെ 10 പ്രാവശ്യം ദാരിദ്ര്യം പറഞ്ഞാൽ നമുക്ക് മുഷിപ്പ് വരും. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടം. നേരെ തിരിച്ച സ്വഭാവം. ഇറൈവാനിയിടം കയ്യേന്തുങ്കൾ അവൻ ഇല്ല എന്ന് ചൊല്ലുവതില്ലേ, പെരുമയോടെ കേട്ടു പാരുങ്കൾ അവൻ പൊക്കിശത്തെ മൂടുവതില്ലേ. അങ്ങനെ എന്തോ ഒരു തമിഴ് പാട്ടുണ്ട്. എത്ര ചോദിച്ചാലും അല്ലെ, അറിയോ? തെറ്റിയാ ഞാൻ പാടിയത്? ഇല്ല. എത്ര ചോദിച്ചാലും അള്ളാഹുവിന്റെ മുന്നിൽ അതൊരു മോശാവലല്ല. എന്തും ചോദിക്കാം. ഏതെങ്കിലും ഒരു ഉസ്താദിനെ കാണുമ്പോൾ ചോദിക്കുക, അള്ളാഹിനോട് ചോദിക്കുക. എങ്ങനെയൊക്കെ അപ്പൊ അതിന്റെ ഒരു അദബ്. ഒരു 3-4 കാര്യമുള്ളൂ, അതങ്ങോട്ട് ശ്രദ്ധിച്ച് അതുപോലെ അങ്ങോട്ട് ചോദിച്ചാൽ. ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ്ക്ക് വലിയ ഇഷ്ടാ, അള്ളാഹു കബൂലാക്കട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവോട് ഏറെ അടുത്തു, അതോടൊപ്പം ഏറെ പേടിച്ചു. കുടുംബത്തിന്റെ അകത്ത് സന്തോഷിച്ചു ഏറെ, എന്നാലും അള്ളാഹിനെ പേടിച്ചു. അള്ളാഹിനെ പേടിക്കുമ്പോഴാ ആ ജീവിതം അങ്ങനെ ആയത്. അള്ളാഹിനെ പേടിച്ചു നരച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ മാത്രമല്ല അള്ളാഹിനെ പേടിച്ചത്, അമ്പിയാക്കൾ മാത്രമല്ല അള്ളാഹിനെ പേടിച്ചത്, മഹാന്മാരായ മലക്കുകൾ അള്ളാഹുവിനെ പേടിച്ചു. എന്തിനാ മലക്ക് പേടിക്കണേ? മലക്ക് ഇപ്പൊ എങ്ങനെ ജീവിച്ചാലും മലക്കായിട്ട് ജീവിക്കാം. മലക്കിന് നന്മയാ ചെയ്യാൻ കഴിയും. എന്നാലും മലക്ക് പേടിച്ചു. മലക്ക് ഇപ്പൊ എങ്ങനെ ജീവിച്ചാലും മലക്കായ വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മിൻ ദാബത്തിൻ വൽ മലായികതു വഹും ലാ യസ്തക്ബിറൂൻ.
يخافون ربهم من فوقهم ويفعلون ما يؤمرون. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നഹൽ. മലക്കിന് എന്ത് പേടിയാണെന്നറിയോ? കേട്ടോളൂ. വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ സൃഷ്ടികളും അല്ലാഹുവിന് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. ഭൂമിയിലുള്ള മിക്കവാറും സൃഷ്ടികൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ വൽ മലായികതു, അല്ലാഹുവിന്റെ കോടിക്കണക്കിന് മലക്കുകളും സുജൂദ് ചെയ്യുന്നുണ്ട്. വഹും ലാ യസ്തക്ബിറൂൻ, ഒരു കിബറുമില്ല അവർക്ക്. യഖാഫൂന റബ്ബഹും, മലക്ക് എങ്ങനെ സുജൂദ് ചെയ്യുന്നു? അല്ലാഹുവിനെ ഭയന്നതിന്റെ പേരിലാ. മിൻ ഫൗഖിഹിം, അവർക്ക് അവരുടെ തലക്ക് മുകളിൽ അല്ലാഹു ഉണ്ടെന്ന് തോന്നലാൽ അവർക്കൊരു ഭയമുണ്ട്. അവർ അല്ലാഹ് ഇന്ന് വരെ കൽപ്പിച്ചതൊന്നും ചെയ്യാത്തവരല്ല, എല്ലാം അതുപോലെ ചെയ്യുന്നവരാ. ഖാല റസൂലുള്ളാഹി, ഹബീബ് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കേട്ടോളൂ. ഇന്ന ലില്ലാഹി മലായികതൻ ഫിസ് സമാഇസ് സാബിഅ സുജൂദൻ മുൻദു ഖലഖഹുമുല്ലാഹു ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹുവിന് ഒരു സംഘം മലക്കുകളുണ്ട്. അവരെ അല്ലാഹ് പടച്ച അന്ന് മുതൽക്ക് ഖിയാമത്ത് നാൾ വരെ അവർ സുജൂദിലാ. അവരുള്ളത് 7 ആകാശത്തിലാ. അവരെ പടച്ചിട്ട് തന്നെ സുജൂദിലാ. അവര് ഖിയാമത്ത് നാൾ വരെ സുജൂദിലാ. അവരുള്ളത് 7 ആകാശത്തിലാ. തർഅദു ഫറായിസുഹും മിൻ മഖഫത്തില്ലാഹ്. അവര് പിറന്ന അന്ന് മുതൽക്ക് ഖിയാമത്ത് നാൾ വരെ അവർക്ക് വിറയലാ. കൈകാലം വിറക്കും പേടിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയുണ്ടല്ലോ, നല്ല പേടിയുണ്ടെങ്കിൽ ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കണവുണാന്നായി പോകും. നല്ല പേടിയുണ്ടെങ്കിൽ കയ്യും കാലും വിറയ്ക്കും, അത് ഉറപ്പല്ലേ? ഇവരെ പടച്ച അന്ന് മുതൽക്ക് അവരുടെ ഓരോ ശരീരഭാഗങ്ങളും കിടന്ന് വിറയ്ക്കാണ്. അവരുടെ ഇറച്ചി ഭാഗം തുളുമ്പാണ്, പേടിയാണ്, അല്ലാഹുവിനെ പേടിയാണ്. ഫഇദാ കാന യൗമുൽ ഖിയാമ റഫഉ റൂസഹും. ഖിയാമത്ത് നാളിൽ അവർ അവരുടെ ശിരസ് ഉയർത്തിയിട്ട് വിളിച്ചു പറയും, സുബ്ഹാനക മാ അബ്ദനാ ഹഖ്ഖ ഇബാദതിക. അല്ലാഹുവേ, പടച്ചോനെ നീ പരിശുദ്ധനാ. ഇത്രയും നേരം നീ ഞങ്ങൾക്ക് തന്നിട്ട് ഇതുവരെ ഞങ്ങൾക്ക് നിനക്കായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ലാ, നിന്നെ പേടിച്ചുകൊണ്ട് പറഞ്ഞു പോകും റബ്ബേ നിന്റെ മലക്കുകൾ. സയ്യിദുനാ റസൂലുള്ളാഹി പിറന്നു വീണത് തന്നെ സുജൂദിൽ, ഖിയാമത്ത് വരെ. അവസാന സമയത്ത് അവർ തല ഉയർത്തിയിട്ട് പറയും, ഇത്രയും ടൈം ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഞങ്ങൾ ഇതുവരെ നിനക്ക് വേണ്ടി ഒരു ഇബാദത്തും ചെയ്തില്ലല്ലോ എന്ന് വിനയത്തോടുകൂടെ അവർ പറയും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അഹ്മദ് സമർഖന്ദി അത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഒരു പേടി എവിടെയൊക്കെ വേണം, ഒരു പേടി. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാ. നിങ്ങളൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ? പരമാവധി തെറ്റുകളെ മനസ്സിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുവരാം. മനസ്സിലേക്ക് തെറ്റുകളെ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുക. ഞാൻ അത് ചെയ്തതാണല്ലോ അല്ലാഹ്, അതിന്റെ ഒരു ഖേദവും. നമ്മൾ ഈ ചെയ്യണ നന്മകളെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നന്മയല്ല കൊണ്ടുവരണ്ട, ശരിക്ക് ഞാൻ ചെയ്തു പോയല്ലോ അല്ലാഹ്, തെറ്റുകളും അതേക്കുറിച്ചുള്ള പശ്ചാത്താപ ബോധം കൊണ്ടുവരാം. അങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്യാ? അങ്ങനെ നിന്നിട്ട് അങ്ങനെ നിസ്കാരത്തിന്റെ നെയ്യത്ത് ഇങ്ങനെ വെക്കല്ലേ. നിസ്കാരത്തിന്റെ നെയ്യത്ത് വെക്ക, കൈ ഇങ്ങനെ താഴെ കിടക്കണ്ട, താഴെ ഇങ്ങനെ നെയ്യത്ത്. നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിനോട് ചേർന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാമിനോട് ചേർന്ന് നെയ്യത്ത് അങ്ങോട്ട് തീരലും തക്ബീർ തുടങ്ങലും ഒരുമിച്ചാവാം. അങ്ങനെ ആവാം. അല്ലെങ്കിൽ അല്ലാഹു അക്ബർ പറയുമ്പോ ന്റെ ഉള്ളിൽ ആയിൽ തുടങ്ങി അല്ലാഹു അക്ബറിന്റെ ഉള്ളിൽ നെയ്യത്ത് വേഗം ഒന്ന് മനസ്സിലൂടെ കൊണ്ടുവരണം. അങ്ങനെയാവാം. എന്തായാലും ആ സമയത്ത് അള്ളാന്റെ മുന്നിൽ നമ്മൾ ഒരു വലിയൊരു കുറ്റസമ്മതം നടത്താൻ വന്ന് നിൽക്കാം. ഈ നിസ്കാരം മതിയേ. നിസ്കാരത്തിൽ തുടങ്ങുന്നത് അല്ലാഹു അക്ബർ എന്നൊരു വർത്താനം കൊണ്ടാം. അത് സാധാരണ ഒരു വാക്കല്ലാട്ടത്, അത് ഫർളാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ അല്ലാഹു അക്ബർ എന്ന ദിക്ർ നിർബന്ധ. ആ ദിക്ർ നിർബന്ധമായിരുന്നു തക്ബീറത്തുൽ ഇഹ്റാം. അത് അല്ലാഹു അക്ബർ ഉള്ളിലിങ്ങനെ വരണം, ഒരു വേദന വരണം. അല്ലാഹുവേ, ഇന്ന് വരെ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ.
ആ ഒരു വേദന, ഒരു വല്ലാത്ത വേദന, അതൊരു തൗബയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു തോന്നൽ, അതിന് പ്രത്യേക കോച്ചിങ് വേണ്ട. നമുക്ക് നമ്മെപ്പറ്റി തന്നെ ഒരു ധാരണ മതി. ഞാനൊന്നുമല്ല. നിങ്ങൾക്കറിയുമോ, ഓരോ മഹാന്മാരും അവരുടെ ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്രയാ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം ഖത്മുൽ ഖുർആൻ ആസ്വദിച്ച് ഓതിയ ആളാണ്. എത്രയാ അവരൊക്കെ സമ്പാദിച്ചു വെച്ചത്. മഹാനായ ഇബ്നു സാദാൻ റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാനിൽ കാണാം, ബൈഹഖി ഉദ്ധരിക്കുന്ന ഒരു ദിവസം 4 ഖത്മുൽ ഖുർആൻ ഓതുമായിരുന്നു. എത്രയാ അവരൊക്കെ സമ്പാദിച്ചു വെച്ചത്. പരിശുദ്ധമായ ഖുർആൻ സ്വഹാബികളുടെ ഇടയിൽ അമ്മാനമാടിയ ആളാണ് മഹാനായ അബൂ മുസ്അ അശ്അരി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മഹാനായ ദാവൂദ് നബിയുടെ ഇമ്പമാർന്ന ഈസലിന്റെ താളം അല്ലാഹു തൊണ്ടക്കുഴിയിൽ കൊടുത്തിട്ടുള്ള മനോഹാരിതയുടെ ശബ്ദ സൗന്ദര്യമേ അബൂ മുസ്അ അശ്അരി ഖാല റസൂലുള്ളാഹി. എന്തു രസമായിരുന്നു ഓതിയിരുന്നത്. അവരിങ്ങനെ ഓതുമ്പോൾ കണ്ണുനീര് ചാലിട്ടൊഴുകുമായിരുന്നു. ആർക്കെങ്കിലും വഹിയിറങ്ങിയത് അതുപോലെ തന്നെ ജിബ്രീലിന്റെ ശബ്ദ സൗകുമാരിതയിൽ ആനന്ദത്തോടെ കേട്ടിരിക്കണമെന്ന ആഗ്രഹമുണ്ടോ? എന്നാൽ ഇബ്നു ഉമ്മു അബ്ദ് ഓതുന്നത് കേട്ടോളൂ. മഹാനായ ഇബ്നു മസ്ഊദിന്റെ പാരായണം അതുപോലെയെന്ന് ഖാല റസൂലുള്ളാഹി. എത്ര മനോഹരമായ ശബ്ദമായിരുന്നു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, അഹ്സനു സൗത്തും ബിൽ ഖുർആൻ. ഇമാം നവവി അവിടുത്തെ മജ്മൂഇൽ ഉദ്ധരിക്കാണ്, ഏറ്റവും നല്ല ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആള്. ശബ്ദ സൗന്ദര്യം ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സങ്കല്പമാണ്. ആ പാരായണത്തിൽ ആ വ്യക്തി ലയിക്കുമ്പോൾ, ആ മനസ്സതിൽ കീഴടങ്ങുമ്പോൾ, ആ ശരീരം പുറത്തേക്ക് മനസ്സ് കീഴടങ്ങിയ ഭാവത്തെ കൊണ്ടുവരുമ്പോൾ, അതൊരു കരച്ചിലും നരകത്തിന്റെ തീനാളത്തിന്റെ അലർച്ചയെ കുറിച്ച് പറയുന്ന ഖുർആന്റെ അനർഘവചനങ്ങളിൽ ശബ്ദമെത്തുമ്പോൾ അതൊരു കരച്ചിലായി ആ ഭാവപ്രകടനം കണ്ടു നിൽക്കുന്നവന്റെ കൽബിനെ പൊട്ടിക്കുന്നുവെങ്കിൽ ആ അത്ഭുതമാണ് ഖുർആൻ. മഹാന്മാർ ഏറെ സമ്പാദിച്ചു. 30 പ്രാവശ്യം നടന്ന് ഹജ്ജിന് പോയ ആളാണ് നഫീസത്തുൽ മിസ്രിയ. എത്രട്ടം മരണപ്പെടുന്നത് നോമ്പോടുകൂടെയാ. മരിക്കുമ്പോൾ മഹദി അവറുകൾ ഓതിക്കൊണ്ടിരുന്നത് സൂറത്തുൽ അൻആമ. വല്ലാത്ത ചിരി തന്ന മരണമാണ്. ചിരിച്ചുകൊണ്ട് മരിക്കലാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ആഗ്രഹിച്ചത് മദീനയിൽ മരിക്കലാണ്. പക്ഷേ നഫീസ ബീവിക്ക് അല്ലാഹ് നിശ്ചയിച്ചത് മിസ്റിലാണ്, ഈജിപ്തിലാണ്. ഈജിപ്തിനും ഒരു ബറക്കത്താണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. 6000 ഖത്ം ഒരു ഖബറിൽ ഇറങ്ങി ഓതിയ പെണ്ണാണ്. ചെറിയാളല്ല. നേരത്തെ പറഞ്ഞ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പോലും ദുആരക്കണേ എന്ന് പറഞ്ഞ ആളെ പറഞ്ഞേക്കുമായിരുന്നു. എനിക്ക് വേണ്ടി ദുആരക്കണേ. ആരെ? ഒരാണ് ഒരു പെണ്ണിന്റെ അടുത്തേക്ക്. അത് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആലിമു ഖുറശിൻ യംലഉ തിബാഖൽ അർദി ഇൽമ. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ഖുറൈശി പണ്ഡിതൻ വരാനുണ്ട്. ഭൂമണ്ഡലം മുഴുവൻ അറിവ് കൊണ്ട് നിറയ്ക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ, മഹാനായ ഇമാമുന ശാഫിഈ. മഹാനവറുകളെ കുറിച്ച് വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് എന്റെ ഉസ്താദായ ഇമാമുന ശാഫിഈയെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും വലിയ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു നഫീസ ബീവിയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞേക്കും. എന്തിനു വേണ്ടി? രോഗം വന്നപ്പോ ഒന്ന് ദ്വാരക്കണേ. അന്നു ബീ ഗുണത്തിനോതും തെട്ടമിൻ പകരത്തെ അഹദവല്ലി കനവർക്ക് നൽകിടട്ടൻ മുത്തേ. എല്ലാ ദിവസവും ഗുണത്തിന് വേണ്ടി ബീവി തേടിക്കൊണ്ടിരുന്നു. അന്നു ബീ ഗുണത്തിനോതും തെട്ടമിൻ പകരത്തെ അഹദവല്ലി കനവർക്ക് നൽകിടട്ടൻ മുത്തേ. അവസാനം മഹാന്മാരായ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഉസ്താദിന് രോഗം ഇത്തിരി പ്രയാസത്തിലായി ഇമാമുന ശാഫിഈ. അതിന്റെ തലേന്ന് വരെ ശിഫയാക്കണേ. ഗുണത്തിന് വേണ്ടി നഫീസ ബീവി തേടിയിരുന്നു.
ഇന്ന് ഇപ്പോൾ തേടിയത് അഹദവൻ ലീഖാനവർക്ക് നൽകിടട്ടൻ മുത്തേ. ഇമാമുന ശാഫിഈ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു അമലു സ്വാലിഹാത്തായി ഖബൂലാക്കട്ടെ. അതുവഴി മഹാനവറുകൾക്ക് അല്ലാഹുവിന്റെ ലിഖാ കൊടുക്കട്ടെ. അങ്ങനെ ഇന്ന് ദുആരുന്നത്. ആ ഫയൽ ക്ലോസ് ചെയ്യട്ടെ. ആ ഫയൽ ഇന്ന് ക്ലോസ് ആയി. ഇതുവരെ ചെയ്ത അമലൊക്കെ സ്വാലിഹായ അമലാവണം. എന്നിട്ട് അല്ലാഹുവിന്റെ ലിഖാ കിട്ടണം. അങ്ങനെയാണല്ലോ. ഫമൻ കാന യർജൂ لقاء ربه فليعمل عملا صالحا. അങ്ങനെയാണ് സൂറത്തുൽ കഹ്ഫ്. അല്ലാഹുവിന്റെ ലിഖാ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അമലു സ്വാലിഹാത്ത് ചെയ്തോ. ഇമാമുന ശാഫിഈ തങ്ങളുടെ അമലൊക്കെ സ്വാലിഹാവട്ടെ, അല്ലാഹുവിന്റെ ലിഖാ കൊടുക്കട്ടെ. ബർസൈനൂർ അഹ്മദ് നബി മുത്ത് മകളായ ബംഗീസം ആഖിൽ ബൈത്തിൽ ഫദിയോരായേ കരുണാതാരുൾ ബീവി നഫീസത്തിൽ റളിയല്ലാഹ് കരുണാറില നാങ്കൾ കണ്ണൈത്തീടല്ലാഹ്. അല്ലാഹുവേ, മഹാന്മാര് സമ്പാദിച്ചതങ്ങനെയാണ്. നമുക്ക് ഒന്നുമില്ല. നിസ്കാരത്തിന്റെ തക്ബീർ കെട്ടുന്ന ഒരു നിമിഷമുണ്ട്. റബ്ബിനെ മനസ്സിൽ തട്ടി അല്ലാഹ് വിളിയാണ്. അല്ലാഹു അക്ബർ. എന്റെ അല്ലാഹനെ ഓർക്കാൻ എനിക്ക് ആ ഒരു നേരം കിട്ടിയാൽ അത് മതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തുടക്കത്തിലെ തക്ബീർ മതി, തുടക്കത്തിലെ തക്ബീർ മതി. അതൊരു സാധാരണ തക്ബീറല്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു അസ്തഗ്ഫിറുള്ളയുണ്ട്, മറ്റൊരു ചിന്തയില്ല, ഒരു നെടുവീർപ്പ് മാത്രമാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ രണ്ട് കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ എത്ര മാറ്റങ്ങൾ വരുന്നറിയോ. എത്ര തിരക്ക് പിടിച്ച മനസ്സാണെങ്കിൽ ആ മനസ്സിനൊന്ന് ഇറക്കി വെക്കാ താഴെ. ഇനി അള്ളാഹ്ക്ക് വേണ്ടി മാത്രം, അള്ളാഹു എന്ന ചിന്ത നിസ്കാരത്തിൽ നിലനിർത്താൻ നിനക്ക് പറ്റുന്നില്ല എങ്കിൽ പോലും ശേഷമുള്ള അസ്തഗ്ഫിറുള്ളയിൽ ഒന്ന് കനത്തിൽ പിടിച്ചോളൂ. നിസ്കാരത്തിലേക്ക് കേറാൻ നേരം അള്ളാഹ് എന്ന ചിന്തയിലേക്കൊന്ന് കൊണ്ടുവരാൻ അല്ലാഹു അക്ബർ എന്ന തക്ബീറിൽ ഒന്ന് പിടിച്ചോളൂ. ഫലമേറയാ. കേട്ടോ ഹദീസ്. അനിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഖാല ഖാല റസൂലുള്ളാഹി. ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി ഇദ് ഖശഅറ ജൽദുൽ അബ്ദി മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹനെ ഭയന്നുകൊണ്ട് ഒരു നിമിഷം രോമം ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ ശരീരത്തിന്റെ രോമം എഴുന്നേറ്റ് നിന്നാൽ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ രോമം ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാൽ, നിന്റെ പാപം പൊഴിഞ്ഞു വീഴുമേതുപോലെ ഒരു മരത്തിന്റെ ഉണങ്ങിയ ഇലക്കരിയില താഴേക്ക് പൊഴിഞ്ഞു വീഴുന്ന പോലെയാണ്. ശജറത്തിൽ നിസ്കാരം മതി ഒരു മനുഷ്യന്റെ പാപം പൊറുക്കാൻ. നിസ്കാരം മതി ഒരു മനുഷ്യന്റെ പാപം പൊറുക്കാൻ, പരിഹരിക്കാൻ. അത് മതിയെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അലിഞ്ഞു ചേരണം, അലിഞ്ഞു ചേരണം, അലിഞ്ഞു ചേരണം, അലിഞ്ഞു ചേരണം. സത്യവിശ്വാസിയുടെ ഗുണങ്ങൾ പറഞ്ഞതെന്താ ഖുർആൻ? സത്യവിശ്വാസിയുടെ ഗുണങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون. اللهم اجعلنا منهم يا رب العالمين. اللهم اجعلنا منهم يا رب العالمين. അല്ലാഹുവേ, ഈ ആയത്ത് പറഞ്ഞ വിശേഷണങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അല്ലാഹ്
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്നല്ല പറഞ്ഞത്, വമ്പിച്ച വിജയം കിട്ടി മുഅ്മിനീങ്ങൾക്ക്. എങ്ങനത്തെ മുഅ്മിനീങ്ങൾ? ഒന്നാമത്തെ ഗുണം കേട്ടോ, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കരിക്കാൻ അവർ വരുന്നത് തന്നെ ഒരു ഭയത്തോടു കൂടെയാ. നിസ്കരിച്ച് തുടങ്ങണ്ട, നിസ്കരിക്കാൻ വരുന്നത് തന്നെ ഒരു ദുഃഖം തളം കെട്ടിയ മുഖത്തോടുകൂടെയാ. ഞാൻ ഇതുവരെ ചെയ്തതെന്റെ റബ്ബ് ഇതോടുകൂടെ പൊറുക്കണം. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചത്, വീടിന്റെ ഉമ്മറത്തൊരു പുഴയുണ്ട്, ആ പുഴയിൽ നിങ്ങളിൽ ഓരോരുത്തരും 5 നേരവും കുളിച്ചാൽ ആ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്ക് ബാക്കിയാകുമോ സ്വഹാബ? ഇല്ല നബിയേ, ഇല്ല. 5 വഖത്ത് നിസ്കാരം ഒരു പുഴ പോലെ 5 അവസരം നിനക്ക് തന്നു നിന്റെ ഖൽബിനെ കഴുകാൻ സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഒരു കരച്ചില് നമുക്ക് വേണം. നിസ്കരിക്കാൻ വരല് തന്നെ ഒരു ഭയത്തോടുകൂടെ, മറ്റൊരു ചിന്തയല്ല, ഒരു ധൃതിപ്പണിയല്ല. ഒരു ധൃതിപ്പണി അതാ അവിടെ നമ്മൾ പോയി. ധൃതിപ്പണി നിർത്താം, ആകെ പറയാനുള്ളതുള്ളൂ. ധൃതിപ്പണി നിർത്താം. അള്ളാഹു കാക്കട്ടെ. ബാങ്ക് വിളിക്കണതിന്റെ എന്ന് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം എത്രേനാ ബാങ്ക് എന്നുള്ളത്. അതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് റെഡി ആവാൻ കഴിഞ്ഞാൽ വളരെ റാഹത്താണ്. എന്ത് തിരക്കുണ്ട്. നിങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോ ഈ റെയിൽ ക്രോസിങ് കണ്ടിട്ടില്ലേ? വണ്ടി ട്രെയിൻ അവിടെ വരുമ്പോ ലാസ്റ്റ് വണ്ടി നിർത്ത് ഇത് പോട്ടെ, അങ്ങനെയാണോ? വിവരം അറിയും. അത് ഒരു വിട്ടുവീഴ്ചയല്ല. ട്രെയിൻ വരുന്നോടത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു വിട്ടുവീഴ്ചയില്ല. അത്ര കനത്തിലത് വരുന്നത്. അത്ര കനത്തിലാണ് ഹയ്യ അലൽ സ്വലാഹ്, അത്ര കനത്തിലാണ് ഹയ്യ അലൽ ഫലാഹ്. ഇല പൊഴിയുന്ന പോലെ പൊഴിയും, ഇല പൊഴിയുന്ന പോലെ പൊഴിയും. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഒരു ഹദീസ് കാണാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി ഉസ്മാൻ നബി ഉസ്മാൻ അൻ-നഖ്ദി ഖാല കുന്നാ മഅ സൽമാൻ തഹ്ത സജറ. മഹാനായ അബൂ ഉസ്മാൻ അൻ-നഖ്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സ്വഹാബിയായ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഞങ്ങൾ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോ ഞങ്ങൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ തണൽ കൊള്ളാൻ കയറിയിരുന്നപ്പോൾ സൽമാൻ എന്ന സ്വഹാബി പോയിട്ട് ആ മരത്തിന്റെ താഴ്ന്നു കിടക്കുന്ന ഒരു കൊമ്പിലങ്ങ് പിടിച്ചു. ഫന്നഫളഹു, എന്നിട്ടത് അങ്ങോട്ട് കുലുക്കാൻ തുടങ്ങി. ബാക്കി എല്ലാവരും മരത്തിന്റെ വീട്ടിലുണ്ട്. അപ്പോഴുണ്ട് അതിൽ നിന്നും ഇലകൾ ഇങ്ങനെ പൊഴിയാൻ തുടങ്ങി. ഫഖാല, സ്വഹാബിയാണല്ലോ ഇത് കാണിക്കുന്നത്. അപ്പൊ താബിഈങ്ങളായ കൂടെ ഉള്ളവരൊക്കെ മിണ്ടാതിരുന്നു. എന്തുട്ടപ്പോ കാണിക്കണം ചോദിക്കണ്ട, ഒരു അദബ് പാലിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു. മഹാനവറുകൾ ചോദിച്ചാലാ തസ്അലൂനി അമ്മാ സനഅതു, ഞാൻ എന്താണ് ചെയ്തതെന്ന് എന്താ ആരും എന്നോട് ചോദിക്കാത്തത്? ഞാൻ എന്തിനാണ് ഇത് കുലുക്കിയതെന്ന് എന്താ ചോദിക്കാത്തത്? ഫഖുൽനാ, ഞങ്ങളെല്ലാരും പറഞ്ഞു, അഖ്ബിർന, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും സൽമാൻ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നിൽ ഷജറ, ഇതുപോലെ ഒരു യാത്രയിൽ ഹബീബിന്റെ കൂടെ ഞങ്ങൾ ഒരു മരച്ചുവട്ടിലിരുന്നു തണല് കൊള്ളാൻ. അന്നേരം ഞങ്ങളുടെ ഇടയിൽ നിന്നും റസൂൽ എഴുന്നേറ്റു, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഅഖദ ഗുസ്നം മിൻഹാ, ആ മരത്തിന്റെ ഇതുപോലെ താഴേക്ക് ചാഞ്ഞ ശിഖരത്തിൽ ഹബീബ് പിടിച്ചു. ഫനഫളഹു, എന്നിട്ടതങ്ങനെ തട്ടിക്കൊടയാൻ തുടങ്ങി. ഫതുസാഖിതു വറഖ, അപ്പോഴുണ്ട് അതിൽ നിന്നും ഇതുപോലെ ഇല പൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. അന്ന് ഞങ്ങളോട് നബി ഇങ്ങോട്ട് ചോദിച്ചിരുന്നു, അലാ തസ്അലുനി അമ്മാ സനഅതു, ഞാൻ എന്തിനാണ് ഈ മരച്ചില്ല കുലുക്കിയതെന്ന് നിങ്ങൾ എന്താ എന്നോട് ചോദിക്കാത്തത് എന്ന് ഞങ്ങളോട് അന്ന് നബി തങ്ങൾ ചോദിച്ചു. ഇന്ന് നിങ്ങൾ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അഖ്ബിർന യാ റസൂലല്ലാഹ്, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് പറഞ്ഞാലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുസ്ലിമ ഇദാ ഖാമ ഇലസ്സലാഹ്, ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ എന്നല്ല പറഞ്ഞത്, നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോ. ആദ്യത്തെ തയ്യാറെടുപ്പ് അലച്ചിലൊക്കെ, ആ വലിയ പാത്രമൊക്കെ പിന്നെ കഴിയാതെ മാറ്റി. ഖിയാമത്ത് നാൾ വരെ സമയമുണ്ട് അത് കഴുകാൻ.
മറ്റേതിപ്പോ അസർ വാങ്ങി കൊടുക്കുമ്പോഴേക്കും ദോറ് തീരും. എന്ത് ചെയ്യാ? പിന്നെ കഴുകാം, ഒന്ന് റാഹത്തായിട്ടിരിക്കുക, ഞാൻ നിസ്കരിക്കാൻ പോവാം. എന്നിട്ട് എന്ത് ചെയ്യാ? അങ്ങോട്ട് ചെല്ലാം. അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് വരുന്നത് പോലും ഈ വൃക്ഷത്തിന്റെ ഇല പൊഴിഞ്ഞ പോലെ നിസ്കരിക്കാൻ വരുന്ന ഒരുക്കങ്ങൾ കൊണ്ട് തന്നെ ഒരു മൂമിനിന്റെ പാപം പൊറുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു നന്മയും ചെറുതായി കാണണ്ട. അങ്ങനെ വിചാരിച്ചോളൂ, നിസ്കാരത്തിനുള്ള ഒരുക്കം തന്നെ നിസ്കാരമാണ്. ഒരു മനുഷ്യൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു, ആ നിസ്കാരം അല്ലാഹ് ഖബൂലാക്കിയ കൂലിയാണ്. അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് മുസല്ലയിൽ കാത്തിരിക്കൽ പോലും നിസ്കാരമാ. സയ്യിദുനാ റസൂലുള്ളാഹി. നിസ്കരിക്കണ്ട, നിസ്കാരത്തിന്റെ നിയ്യത്ത് തന്നെയാണത്. എന്നാൽ നിസ്കാരത്തിന് വേണ്ടി ഞാൻ വാങ്ങി വിളിക്കാനാ, ഞാൻ എന്തായാലും ഈ അലക്കാളിലൊക്കെ ഇപ്പൊ ഏതായാലും അവിടെ കിടക്കട്ടെ, ബാക്കി വന്നിട്ട് അലക്കാം, ഒന്ന് വേഗം മേത്ത് വെള്ളം ഒഴിച്ചിട്ട്. അങ്ങനെയുണ്ട്. ഒരു 3-4 ജോഡി ഡ്രസ്സ് സ്ത്രീകൾ ഡെയിലി മാറണം എന്നൊരു അഭിപ്രായം ഇസ്ലാമിക ശരീഅത്ത് പറഞ്ഞിട്ടുള്ള. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. കാരണം അവർക്ക് 6 മാസത്തിലൊരിക്കൽ ഒരു വീട്ടുവസ്ത്രം അവരുടെ അവകാശം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് തിരക്ക് പിടിച്ച ജോലികളാണ്. ആ ജോലിക്ക് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളത് യുദ്ധം ചെയ്യരുതെന്നാ പറഞ്ഞത്. അടുക്കളത്തിൽ യോദ്ധാവ് ജിഹാദ് ചെയ്യുമ്പോൾ കിട്ടുന്ന കൂലി ആ പെണ്ണിന് അടുക്കളയിൽ കിട്ടാ എന്ന് മുഹമ്മദ് നബി. എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഞാൻ അവസാനം പെണ്ണുങ്ങളെ അത്തഹിയാത്തി കൊണ്ടുവന്നിട്ട് ഒളു കളയണ പരിപാടിയാണ്, ഞാൻ ഇതിൻ്റെ അകത്ത് കിടന്ന് നരകിക്കാനാണ് എനിക്ക് അള്ളാഹ് തീരുമാനിച്ചേക്കണേന്ന് പറഞ്ഞ ഒരു കരച്ചിലുണ്ട്. നരകിക്കാനല്ല, നിനക്കതിൽ നിന്ന് കൂലി കിട്ടാനാ. കാലത്ത് എണീറ്റ് ആ കണ്ണൊക്കെ തിരുമ്പി വരുമ്പോ തന്നെ നെയ്യത്താക്കിക്കോളണം. എന്തുട്ട് നെയ്യത്ത് ഇതാ പഠിച്ചോനെ, ഇതിന്റെ അകത്തിട്ട് പണിത് കഴിഞ്ഞാൽ എനിക്ക് കൂലി കിട്ടുന്ന നിന്റെ ഹബീബ് പറഞ്ഞത്. എനിക്ക് കൂലി കിട്ടണോട്ടല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലത്തെ കാല് വെച്ച് അടുക്കളയിലേക്ക് അങ്ങോട്ട് കയറിക്കോ, കൂലി കിട്ടും. അടുക്കള ജോലി എന്തായാലും പെണ്ണുങ്ങൾ ചെയ്യാതിരിക്കില്ലല്ലോ. അടുക്കള ജോലി ഒരു പെണ്ണുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ബറക്കത്ത് അവള് വേഗം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ഉള്ളിയും ഒരു ചെറിയ ചമ്മന്തി പെട്ടെന്ന് എന്തൊരു ബറക്കത്ത്. അതുകൊണ്ട് വയറ് നിറയണ ആഹാരം വേറില്ല. കുറെ സമയം എടുത്തിട്ടല്ല, വേഗം ഉണ്ടാക്കുന്ന ഭക്ഷണം, വേഗത്തിൽ പെണ്ണുങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ട് വേഗം ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടോ, ഇതിപ്പം ശരിയാക്കാം. അതുകൊണ്ടല്ലോ അതെങ്ങനെ എങ്ങനെയൊക്കെയോ അതങ്ങനെയാവും. അതിന് ഭയങ്കര ബർക്കത്താണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബർക്കത്ത്, ഭക്ഷണത്തിന്റെ ബർക്കത്ത് പാപം പൊറുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണത്തിന്റെ ബർക്കത്ത് ഭക്ഷണത്തിന്റെ ബർക്കത്ത് മുമ്പ് കൈ കഴുകലും ശേഷം കൈ കഴുകലാണ്. ഭക്ഷണത്തിന്റെ ബർക്കത്തുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ ബർക്കത്ത് പലതാണ്. അതിൽപ്പെട്ടൊരു ബർക്കത്താണ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം. വേഗത്തിൽ സ്ത്രീകളെ അടങ്ങാറാക്കാൻ പറ്റില്ല, ഒരു വേഗം ഉണ്ടാക്കി തന്നെ ഭക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്തു, ഒരു ഭക്ഷണത്തെയും റസൂലുള്ളാഹി കുറ്റം പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. ഇനിസ്തഹാ, ഇഷ്ടമുണ്ടെങ്കിൽ ഫഅക്കല, കഴിക്കാറുണ്ട്. ഇഷ്ടമില്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച് നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ അതെനിക്ക് വേണ്ടട്ടോ എന്ന് പറയാറുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടൈം ടൈറ്റ് ആകുമ്പോ അവർക്ക് വേഗം ഒന്ന് മേല് കഴുകിയിട്ട് വേഗം നിസ്കരിക്കാം. അങ്ങനെ ഒരുങ്ങുമ്പോ തന്നെ പടച്ചോനെ ആ അലച്ചിലൊക്കെ കളഞ്ഞിട്ട് എന്റെ നിസ്കാരം ഒരു ആദിയാണ്, ഒരു ആവലാതിയാണ്, ഒരു പേടിയാണ് നിസ്കാരത്തിനുള്ള ഒരുക്കം. എന്റെ റബ്ബ് ഇത് കബൂലാക്കണം. അങ്ങനെയുണ്ട്. ഒരു പ്രധാന അതിഥി വരുന്നു, അന്നാണെങ്കിൽ നമുക്ക് സുന്നത്ത് നോമ്പ, അന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇതിന് ഉപ്പ് കൂടോ മധുരം കൂടോ ടെൻഷനാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരാള് നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി വരലേ, നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി വരാ എന്നത് പോലും ഒരു മരച്ചില്ലയിലെ ഉണങ്ങിയ ഇലകളെ കുലുക്കിയാൽ താഴേക്ക് വീഴ്ത്താൻ കഴിയുന്ന പോലെ പാപത്തെ വീഴ്ത്താൻ കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നിനെയും ചെറുതായി കാണണ്ട. കോഴിക്ക് അരിയിട്ട് കൊടുത്തു, ഗോതമ്പിട്ട് കൊടുത്തു, പശുവിന് വെള്ളം കൊടുത്തു, ആടിന് പഴത്തൊലി കൊടുത്തു, ചെറുതായി കണ്ട അതായിരിക്കും ഉപകാരപ്പെടാറ്. ഇപ്പൊ ഒരു ആടിനെ നമ്മൾ പഴത്തൊലി കൊടുത്തു, പഴത്തിന്റെ തൊലി കൊടുത്തു, അതിപ്പോ ആളുകളെ ബോധിപ്പിച്ച് ചെയ്യുന്ന ഒരു അമലൊന്നുമില്ല. ബിസ്മില്ലിട്ട് ഉറപ്പതിന്റെ അതൊക്കെ നമുക്ക് കിട്ടാം. നേരെ മറിച്ച് നമ്മൾ വലിയ അമല് ചെയ്തത് ഒരു പക്ഷേ ആളുകൾ കാണാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ ഒരു വലിപ്പം നമുക്ക് തോന്നിയിട്ടുണ്ടാവും. നമുക്ക് തന്നെ തോന്നിയാൽ മതി ഞാൻ വലിയ കാര്യം ചെയ്തെന്നുള്ളത്. അതിന്റെ കൂലി ഒരു പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഒരു പൂച്ചക്ക് തിരിച്ച് ചോറ് ബിസ്മില്ലിൽ കൊടുത്തു,
അതൊക്കെ ആയിരിക്കും. അത് ആരെ ബോധിപ്പിക്കണല്ലോ. അതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ. അതൊക്കെ ആയിരിക്കും. ഒരു ഉദാഹരണം പറയാം. ഒരാള് തുമ്മിയപ്പോൾ അയാള് അൽഹംദുലില്ലാ പറഞ്ഞു കേട്ടാൽ നമ്മൾ പറയും എന്ത്? ഇർഹമുക്കല്ലാഹ്. ഒരു ദുആയാണിത്. ആരെങ്കിലും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മുസ്ലിമിന്റെ ബാധ്യതകൾ 5 മുസ്ലിം ആവണോ ഈ 5 നിർവഹിക്കണം. അതിൽപ്പെട്ട ഒന്നാണ് തുമ്മിയവൻ അൽഹംദുലില്ലാ പറഞ്ഞപ്പോ അവന് വേണ്ടി അനുശോചനമായി ഇർഹമുക്കല്ലാഹ് പറയൽ നിന്റെ കടമയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര വലിയ കാര്യം ചെയ്തെന്നറിയോ? എന്താ? ഇർഹമുക്കല്ലാഹ് അല്ലെങ്കിൽ റഹിമക്കല്ലാഹ്. അത് പറയാം. വലിയ കൂലിയുള്ള കാര്യം അത്. ഒരു സംഭവം പറയാം. ഫത്ഹുൽ ബാരിയിൽ കാണാം. ഇബ്നു ഹജർ അൽ അസ്ഖലാനി രേഖപ്പെടുത്തുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഇമാം തുർമുദി, ഇമാം അബൂദാവൂദ് കേട്ടിട്ടില്ലേ? ഇമാം അബൂദാവൂദ് എന്നെ കേൾക്കുന്ന ആര് കേട്ടിട്ടുണ്ടാവും? കാരണം ഞാൻ ആ മഹാന്റെ പേര് പരമാവധി പറയാറുണ്ട്. ഇമാം തുർമുദി എന്ന് പറയാറുണ്ട്. ഇമാം തുർമുദിയുടെ ഉസ്താദാണ് ഇമാം അബൂദാവൂദ്. ഇമാം അബൂദാവൂദ് വലിയ മഹാനാണ്. വലിയ മഹാൻ. അല്ലാഹു അവരൊക്കെ പോകുന്ന സ്വർഗത്തിൽ പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാണാം മഹാനായ വഖദ് അഖ്റജ ഇബ്നു അബ്ദിൽ ബർരി ബിസനദിൻ സയ്യിദിൻ അൻ അബി ദാവൂദ് സാഹിബി സുനൻ അന്നഹു കാന ഫി സഫീന ഫസമിഅ ആതിസൻ അല ശത്ത്. മഹാനായ അബൂ ദാവൂദ് ഇമാം ഒരിക്കലൊരു യാത്ര പോവാ. കപ്പലിലേക്ക് കയറി. കപ്പല് കരവിടുകയാണ്. യാത്ര തുടങ്ങാം. അപ്പോഴുണ്ട് മഹാനവറുകൾ ആ കരയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു മൂമിനായ മനുഷ്യൻ നിൽക്കുന്നു. ആ മനുഷ്യൻ പെട്ടെന്ന് കപ്പൽ വിട്ടു തുമ്മുന്ന ഒരാക്ഷൻ കണ്ടു. ഒരാൾ തുമ്മുമ്പോ അങ്ങനെ തല കുടഞ്ഞിട്ടല്ലോ തുമ്മുന്ന ഒരാക്ഷൻ കണ്ടു. അയാൾ തുമ്മിന്ന് ഉറപ്പാ. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അയാൾ ചുണ്ടുകൊണ്ടെന്തോ ഒന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് എന്തായിരിക്കും? അൽഹംദുലില്ലാ എന്നാണ് പറഞ്ഞത്. അബൂ ദാവൂദ് ഇമാം അപ്പോൾ തന്നെ കപ്പൽ ഓട്ടിക്കുന്ന കപ്പിത്താന് നിർദ്ദേശം കൊടുത്തു, ഒന്ന് നിർത്തണേ, അളറങ്ങാനുണ്ട്. കപ്പലിൽ തന്നെ കരയിലേക്ക് എമർജൻസിയിൽ എത്താനുള്ള ഒരു കപ്പലിലെ ഉദ്യോഗസ്ഥനോട് ഇരിപ്പുണ്ട് അല്ലേ? കപ്പലിൽ തന്നെ എമർജൻസി കരയിലേക്ക് പോകാനുള്ള ചെറിയ ബോട്ടുണ്ട്. ആ ബോട്ട് മഹാനവറുകൾ ആവശ്യപ്പെട്ടു. പക്ഷേ 1 ദിർഹം കൊടുത്താലാണ് ഈ ബോട്ട് കരയിലേക്ക് ഇപ്പൊ പെട്ടെന്നൊരു എമർജൻസി യാത്ര കപ്പലിൽ നിന്ന് ഈ ബോട്ടിൽ അനുവദിക്കുള്ളൂ. അങ്ങനെ അവിടെ പോയി കരയിൽ പോയിട്ട് തിരിച്ചു വരാൻ ഈ കപ്പൽ നിർത്തിക്കൊടുത്ത് ബോട്ട് അനുവദിച്ച് ബോട്ടിൽ കരയിൽ പോയി തിരിച്ചു വരാൻ 1 ദിർഹം കൊടുക്കണം. വലിയ പൈസയാണ്. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഫക്തറാ ഖാരിബൻ ബിദിർഹം 1 ദിർഹമിന് 1 ബോട്ട് വാടകക്കെടുത്തു. ഹത്താ ജാഅ ഇലൽ ആതിസ് കരയ്ക്ക് നിൽക്കുന്ന തുമ്മിയ മൂമിനായ മനുഷ്യന്റെ അടുത്ത് ചെന്നു. ഫസമ്മതഹു എന്നിട്ട് അയാളോട് പറഞ്ഞു യർഹമുക്കല്ലാഹ്. മൂപ്പര് അൽഹംദുലില്ലാ പറഞ്ഞതിന് യർഹമുക്കല്ലാഹ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു. മഹാനവറുകൾ അത് പറയുകയും മറ്റയാൾ അതിന് മറുപടി പറയുകയും ചെയ്തു. അസ്ലഹല്ലാഹു ബാലക്കും എന്ന് തിരിച്ചുള്ള ഒരു മറുപടിയും കേട്ടു. തിരിച്ച് കപ്പലിലേക്ക് കയറി വന്നു. ബോട്ടായിട്ട് വന്ന് കപ്പലിൽ കയറി യാത്ര തുടർന്നു. അപ്പൊ കൂടെയുള്ളവരൊക്കെ ചോദിച്ചു മഹാനവറുകളോട്, പ്രിയപ്പെട്ട മഹാനായ പണ്ഡിതരെ, അങ്ങ് എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഖാല മഹാനവറുകൾ പറഞ്ഞു, ലഅല്ലഹു യകൂനു മുജാബദ് ദഅവാ. ആ നിൽക്കുന്ന ആൾ അവിടെ നിന്നുകൊണ്ട് അസ്ലഹല്ലാഹു ബാലക്കും, നിന്റെ കാര്യം അല്ലാഹു നന്നാക്കി തരട്ടെ എന്ന് എനിക്ക് മറുപടി പറയുമ്പോ ഞാൻ അയാളോട് പറയേണ്ട എന്താണ്? മൂപ്പര് അൽഹംദുലില്ലാ പറഞ്ഞു. അപ്പൊ ഞാൻ റഹമുക്കല്ലാഹ് പറഞ്ഞു. അസ്ലഹല്ലാഹു ബാലക്കും എന്ന് ആൾ എനിക്ക് തിരിച്ചു പറയുകയും ചെയ്യും. അങ്ങനല്ലേ? അൽഹംദുലില്ലാ തുമ്മിയവൻ പറഞ്ഞു, കേട്ടവനെ റഹമുക്കല്ലാഹ് പറഞ്ഞു. അസ്ലഹല്ലാഹു ബാലക്കും തിരിച്ചു പറഞ്ഞു. അങ്ങനെ പറയുന്ന അയാളുടെ ആ വാക്ക്, അയാളൊരു ദുആക്ക് ഇജാബത്തുള്ള ആളാണ് എങ്കിൽ അത് മതി എനിക്ക് രക്ഷപ്പെടാൻ. അയാളൊരു ദുആക്ക് ഇജാബത്തുള്ള ആളായിരുന്നു. അന്ന് കപ്പൽ യാത്രയുടെ ഇടയിൽ ഇറങ്ങിപ്പോയി തശ്മീത്തിന് വേണ്ടി പോയ
ആ തുമ്മിയവന് അനുശോചനം പറയാൻ റഹമുക്കല്ല പറയാൻ വേണ്ടി മഹാനവറുകൾ പോയ അന്ന് അവിടെ നിന്ന ആള് ദുആക്ക് ഇജാബത്തുള്ള ആളായിരുന്നു. ഒരു ഭാഗ്യമാണത്. അങ്ങനെ കുറെ നേരം കപ്പലിന്റെ യാത്ര അങ്ങനെ തുടരുമ്പോൾ കപ്പലിന്റെ അകത്ത് ആരോ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടു. യാ അഖിലസ് സഫീന ഇന്ന അബാ ദാവൂദ് ഇസ്തറാൽ ജന്നത മിനല്ലാഹി ബിദിർഹം. മഹാനായ അബൂ ദാവൂദ് ഇമാം യാത്ര പോകുന്ന കപ്പലിലുള്ള ആളുകളെ, മഹാനവറുകൾ 1 ദിർഹം കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം വാങ്ങിയേ. എല്ലാരും കേൾപ്പിച്ചൊരു ശബ്ദം. എല്ലാവരും ആ കപ്പലിലുള്ളവര് ഈ ശബ്ദം കേട്ടു എന്ന് എന്റെ വക പറഞ്ഞതല്ല. ലോകത്ത് വന്ന ഹദീസ് പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഒരാൾ തുമ്മിയോട് പറയുന്ന യർഹമുക്കല്ലയും അസ്ലഹല്ലാഹു ബാലക്കും എന്ന് പറയുന്നതൊക്കെ വലിയ അർത്ഥമുള്ളതാ. അള്ളാഹുവിന്റെ ഹബീബ് ഒരു സ്വഹാബിയുടെ വീടിന്റെ മുന്നിലൂടെ പോകുമ്പോ സ്വഹാബിയുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് സ്വഹാബിയുടെ ചെരുപ്പ് എവിടെയുണ്ട്, സ്വഹാബി വീട്ടിലുണ്ട്, റസൂലുള്ളാഹി പുറത്തു നിന്നുകൊണ്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും. ഹബീബായ നബി തങ്ങൾ സലാം പറഞ്ഞു. സ്വഹാബി ഉറക്കെ സലാം അടക്കിയില്ല, പതുക്കെ സലാം അടക്കി. റസൂലുള്ളാഹിനെ കേൾപ്പിച്ചില്ല. രണ്ടാമത് നബി തങ്ങൾ ആ സ്വഹാബിയുടെ മറുപടി കേൾക്കാതെ വന്നപ്പോ അസ്സലാമു അലൈക്കും എന്ന് വീണ്ടും പറഞ്ഞു. സ്വഹാബി പതുക്കെ സലാം അടക്കി ഉറക്കെ പറഞ്ഞില്ല. റസൂലുള്ളാഹി കേട്ടില്ല സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞു അസ്സലാമു അലൈക്കും. സ്വഹാബി ഉറക്കെ പറഞ്ഞില്ല, മറുപടി ഉറക്കെ പറഞ്ഞില്ല, പതുക്കെ പറഞ്ഞു. അള്ളാന്റെ ഹബീബിന്റെ മുഖം വാടി അവൻ വീടിന്റെ അകത്തുണ്ടായിട്ടും എന്റെ സലാമിന് ഉത്തരം ചെയ്തില്ലല്ലോ. ആ മുഖം വാടാവതല്ല. സ്വഹാബി ഓടിച്ചെന്നുകൊണ്ട് ഹബീബിന്റെ മുന്നിൽ പറഞ്ഞു, ആരാണ് എന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന് നിന്ന് ഈ സലാം പറയുന്നതോ? അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ആ വർത്താനമൊന്നും ഇവിടെ കിട്ടിയാ മതിയേ. ആ വർത്തമാനമൊന്നും ഇവിടെ കിട്ടിയാ മതിയേ. ഞാൻ രക്ഷപ്പെട്ടു നബിയേ, എന്റെ കുടുംബം രക്ഷപ്പെട്ടു നബിയേ. മഹാനായ പണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ദുആരെന്ന് പോയ വീടാണ് ഈ വീട്. തങ്ങൾ ദുആരെന്നതിന്റെ ബറക്കത്താണ് ഈ കാണുന്നതൊക്കെ എന്ന് പറയുന്ന എത്രയെത്ര വീട്ടുകാരുണ്ടെന്നറിയോ? ഞാൻ അവസാനിപ്പിക്കട്ടെ. എല്ലാരും അല്ലാഹുവിനെ വഴിപ്പെടുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല. വന്നജമു വസ്സജറു യസ്ജുദാൻ. അള്ളാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. നമ്മളിങ്ങനെ വരുമ്പോ കുറെ വള്ളി പടർന്നു കിടക്കുന്ന ചെടികൾ കാണാറുണ്ട്. അതിങ്ങനെ കാറ്റ് വരുമ്പോ ആടി ഉലയാറുണ്ട്. നമ്മള് അതിന്റെ അകത്തുനിന്ന് ഒരു തസ്ബീഹ് കേൾക്കുന്നില്ല. അത് സുജൂദ് ചെയ്യുന്നു എന്ന് ഖുർആൻ. വലിയ വൃക്ഷങ്ങൾ കാറ്റ് വരുമ്പോൾ ആടി ഉലയാറുണ്ട്. അതും ഒരു സുജൂദിലാണെന്ന് ഖുർആനാ പറഞ്ഞത്. എല്ലാം സുജൂദ് ചെയ്യാം. നമ്മളാവട്ടെ സുജൂദ് ചെയ്യുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി വശംസു വൽ ഖമറു വൻ നുജൂം വൽ ജിബാലു വശജറു والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. അല്ലാഹുവേ, നീ കരുണ ചെയ്യണേ തമ്പുരാനെ. നിനക്ക് വേണ്ടി ഭൂമിയിലുള്ള സർവ്വരും സുജൂദ് ചെയ്യുന്നു എന്ന, നിനക്ക് വേണ്ടി ആകാശത്തിലുള്ള സർവ്വതും സുജൂദ് ചെയ്യുന്നു എന്ന എടുത്തു പറഞ്ഞു. സൂര്യൻ നിനക്ക് സുജൂദ് ചെയ്യുന്നു, വൽ ഖമറു ചന്ദ്രൻ നിനക്ക് സുജൂദ് ചെയ്യുന്നു, വൻ നുജൂം നക്ഷത്രങ്ങൾ നിനക്ക് സുജൂദ് ചെയ്യുന്നു, വൽ ജിബാൽ പർവ്വതങ്ങൾ സുജൂദ് ചെയ്യുന്നു, വൃക്ഷങ്ങൾ സുജൂദ് ചെയ്യുന്നു, ഇഴജന്തുക്കൾ സുജൂദ് ചെയ്യുന്നു, വകസീറും മിനന്നാസ് ഒരുപാട് മനുഷ്യന്മാരും സുജൂദ് ചെയ്യുന്നു, വകസീറുൻ ഹഖ അലൈഹിൽ അദാബ് ഒരുപാട് ആളുകൾക്ക് അല്ലാഹുവിന്റെ അദാബ് അല്ലാഹു നിശ്ചയിച്ചിട്ടുമുണ്ട്, അവർ സുജൂദ് ചെയ്യാത്തവരുമാണ്. അല്ലാഹു നമുക്ക് അവനെ വഴിപ്പെടാൻ തൗഫീഖ് നൽകട്ടെ. ഉള്ളിലൊരു ഭയം എവിടെയെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. അത് തന്നെയാണ് നമ്മുടെ വിജയം. അത് ജീവിതത്തിലുടനീളം ഉണ്ടാവണം.
എന്ന് ഞാൻ എൻ്റെ നഫ്സിനോടും എന്നെ കേൾക്കുന്നവരോടും ഉപദേശിക്കുകയാ. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ നീ ഖബൂലാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുക. അല്ലാഹ് ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ നീ സ്വീകരിക്ക തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാഹ്. ഈ സദസ്സിലിരുന്ന് ആമീൻ പറയുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക അല്ലാഹ്. ഈ സദസ്സിലിരുന്ന് ആമീൻ പറയുന്നവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഈ സദസ്സിലിരുന്ന് ആമീൻ പറയുന്നവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. ഈ സദസ്സിലിരുന്ന് ആമീൻ പറയുന്നവരുടെ കടങ്ങൾ വീട്ടണേ അല്ലാഹ്. ഈ സദസ്സിൽ ആമീൻ പറയുന്നവരുടെ ജോലിയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുക അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ അമലിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്. ജീവിതത്തിൽ റബ്ബേ ഒരുപാട് സൽക്കർമ്മങ്ങൾ നീ ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ അത് മുഖേന ഖൽബിനൊരു കുളിര് കിട്ടാൻ നീ തൗഫീഖ് നൽകുക അല്ലാഹ്. അല്ലാഹുവേ മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനേ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ പരിശുദ്ധമായ റമളാൻ മാസത്തെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളെയും കബൂലാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ആശുപത്രികളിൽ കഴിയുന്നവർക്ക് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ ഞങ്ങളുടെ തൗബകൾ മുഴുവനും നീ സ്വീകരിക്കുക അല്ലാഹ്. ഹറാമിലായിരിക്കെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഹറാമിലായിരിക്കെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഒരാളുടെയെങ്കിലും ഒരിറക്ക് വെള്ളമോ ഒരു വറ്റ ആഹാരമോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവേ അവരോട് കടപ്പാടുണ്ട് അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ജീവിതത്തിൻ്റെ അവസാനം വരെ ചെയ്യുന്ന എല്ലാ നന്മകളിലും അവരെയും നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم. محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.